ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് പൗഡർ ഫില്ലിംഗ് മെഷീനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളി മാനുവലാണ്. ബോട്ടിൽ നമ്മൾ കൈകൊണ്ട് വെക്കണം, ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് നമുക്ക് വരുന്നത് നമ്മൾ ഈ ഫസ്റ്റ് കൺവെയറിൽ ബോട്ടിൽ വെച്ചാൽ അത് ഫില്ല് ചെയ്യുന്ന സ്ഥലത്തെത്തി സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം അത് ഈ ഒരു ഡെലിവറി ബെൽറ്റിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഡെലിവറി ബെൽറ്റ് ഫുള്ളാവുന്ന സമയത്ത് ഇത് സ്റ്റോപ്പാവും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഓരോരോ ബോട്ടിലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും കൺവെയർ റണ്ണിങ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 കൺവെയർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് 2 വുഡാണ്, 2 വുഡ് പീസും പിന്നെ അതുപോലെ 2 ചെറിയ അലുമിനിയത്തിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊരു പേപ്പറാണിത്, അത് ഉപയോഗിച്ചിട്ടാണ് ബെൽറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബെൽറ്റിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇവിടെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ടാവും. ബാക്കിൽ പിന്നെ ഒരു വുഡ് വെച്ചിട്ട് ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 2 ചെറിയ മോട്ടറാണ്, അതിനും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇതിനും കൊടുത്തിട്ടുണ്ട്. 2 സെപ്പറേറ്റ് ആയിട്ടാണ് മോട്ടർ വെച്ചിരിക്കുന്നത്. ഇത് സ്റ്റെപ്പർ മോട്ടറാണ്, 5 വോൾട്ടിൻ്റെ സ്റ്റെപ്പർ മോട്ടർ. അപ്പോൾ ഇതിനൊരു കൺട്രോൾ ബോർഡും കൂടി ഈ മോട്ടർ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അത്രയാണ് ഈ ഡെലിവറി ബെൽറ്റിൻ്റെ മുകളിലുള്ളത്. പിന്നെ അതുപോലെ ഇത് ഈ മെയിൻ ബെൽറ്റിലാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് നമുക്കൊരു 3 സെർവോ മോട്ടർ വേണം, അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരെണ്ണം വരുന്നത് ഇതിൻ്റെ ബോട്ടിൽ വന്ന സമയത്ത് നമ്മൾ കുറച്ച് 3D പാർട്സുകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടിലിന് ടൈമിങ്ങിന് ഇങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്റ്റോപ്പർ വെക്കുന്നുണ്ട്. ഈ ഒരു ബാരിയർ ഓപ്പൺ ആവുന്ന സമയത്താണ് അടുത്ത ബോട്ടിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ ഒരു സെർവാണ് ഇതിൻ്റെ ഈ എപ്പോൾ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു സെർവാണ് ബോട്ടിൽ എപ്പോൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കടക്കണം എന്നുള്ളത് ഈ സെർവാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഹെഡിൽ നമ്മളിവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ആ ബോട്ടിലാണ് പൗഡർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ പൗഡർ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഈ വാൽവ് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സെർവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ സെർവാണ് ഇതിനെ ഓപ്പൺ ആക്കുന്നത്. അതായത് മുകളിൽ നമ്മളൊരു പൗഡറിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതിൽ നിന്ന് പൗഡർ താഴെ വീഴാൻ വേണ്ടിയിട്ടുള്ള വാൽവ് ഇതാണ്. അപ്പോൾ ഈ ഒരു സെർവോ ഇങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്താണ് അടിയിലേക്ക് പൗഡർ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. അതിന് നമ്മൾ ടൈമിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിങ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരാഞ്ഞത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സെർവോ മോട്ടർ വരുന്നത് ഇവിടെ ഈ അടുത്ത ബെൽറ്റിൻ്റെ മുകളിലേക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 90 ഡിഗ്രിയിലൊരു ക്ലാമ്പ് 3D ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് അടുത്ത ബെൽറ്റിൻ്റെ മുകളിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു സെൻസർ വരും. ആ സെൻസറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഇവിടെ ഉണ്ടെന്നുള്ളത് ഈ സെർവറിന് മനസ്സിലാവും. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. ഇവിടുത്തെ ഡെലിവറി ബെൽറ്റിൻ്റെ മുകളിൽ എത്തിച്ചു കൊടുക്കും. പിന്നെ ആ ഡെലിവറി ബെൽറ്റ് കുറച്ച് മൂവ് ചെയ്തിട്ട് ആ സെൻസറിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇനി നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. അതിനുശേഷം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാം. ഇതൊരു സാധാ ബോട്ടിലാണ്. ഇതിനകത്ത് ഞാനും പറഞ്ഞ പോലെ ഒരു ഫണലിൻ്റെ രൂപത്തിലൊരു 3D പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്, ക്ലിയറായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ത്രെഡ്, ഒരു സ്ക്രൂ ടൈപ്പുള്ള ഒരു സംഭവം നമ്മളിവിടെ 3Dയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനൊന്നിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നിറയ്ക്കുന്ന മെറ്റീരിയൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത്ര ഇതിൻ്റെ ഉപകാരമുള്ളൂ. ഇതൊരു ആ അടിയിൽ ബോട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത്ര സെക്കൻഡ് ഇതൊന്ന് മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് മൂവ് ചെയ്തിട്ട് അത് സ്റ്റോപ്പാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടർ, ഒരു 12 വോൾട്ടിൻ്റെ മോട്ടർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടറാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഹെഡാണ് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പൗഡർ എങ്ങനെ ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്കിതിന് വേണ്ടി വരുന്ന കൺട്രോൾ ബോർഡും അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ചാനൽ റിലേ കാർഡ് വേണം. പിന്നെ അതുപോലെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ അതായത് പൗഡർ ഫില്ലിംഗ് ആണോ അതോ സ്ലൈഡിങ് മോട്ടർ ഓണാണോ, ഹെഡിലുള്ള മോട്ടർ ഓണാണോ എന്നൊക്കെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിസ്പ്ലേ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് വേണം. ഇത് 20x4 ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ 2 ആർഡിനോ നാനോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നാനോ ഫുള്ളായിട്ട് നമുക്ക് പിന്നുകൾ ആവശ്യം വരും. പിന്നെ
ഇതിൽ പിന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തൊരു Arduino നാനോ കൂടി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബസറും കൂടി ഞാനിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിലേക്കുള്ള കോഡൊന്നും ഞാൻ സെറ്റ് ചെയ്തില്ല. അപ്പോൾ ബസർ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വർക്ക് ചെയ്യുന്നതല്ല. പിന്നെ ബസർ വർക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസർ കണക്ട് ചെയ്യാത്തതുകൊണ്ട്, ബസറിൻ്റെ കോഡ് കൊടുക്കാത്തതുകൊണ്ട് ബസർ വർക്ക് ചെയ്യില്ല. ഇത് ഈ ഒരു നാനോ വർക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ 2 മോട്ടർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡെലിവറി ബെൽറ്റിൻ്റെ മുകളിലുള്ള 2 മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൾസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാനോ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 12/5 കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ IR സെൻസറുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 4 പീസാണ്. അതൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രാക്കറ്റും 3Dയിൽ തന്നെ പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ 4 IR സെൻസർ വേണം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ അതുപോലെ 2 3Dയിൽ 2 പീസ് വേറെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വരുന്നത് ഈ ബോട്ടിൽ കറക്റ്റ് സെൻറ്ററായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്, ബോട്ടിൽ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ബോട്ടിൽ വെക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാലും ഇവിടെ എത്തുന്ന സമയത്ത് അത് ഈ അലൈൻമെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് 2 ബ്രാക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇതിന് അസംബ്ലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത വശം തന്നെ ആ ഫസ്റ്റ് കൺവെയർ ബെൽറ്റ് റണ്ണിങ് ആയിരിക്കും. മുകളിൽ ഇപ്പോൾ ഞാൻ പൗഡറൊന്നും ഫില്ല് ചെയ്തിട്ടില്ല, ജസ്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫസ്റ്റ് കൺവെയർ റണ്ണിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബെൽറ്റിൽ ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയൊരു സ്റ്റെപ്പർ മോട്ടർ ആയതുകൊണ്ടാണ് സ്പീഡ് കുറവ്. സ്പീഡ് കൂടുതലുള്ള മോട്ടർ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഹെഡിൻ്റെ താഴെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മുകളിലുള്ള ആ ഒരു മോട്ടറൊന്ന് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സെർവോ ആമിലുള്ള ബാരിയർ ഒന്ന് ക്ലോസ് ആയിട്ട് അടുത്ത ബോട്ടിലിന് കടന്നു പോകാനുള്ള ടൈമിങ് ആ ഒരു ബാരിയർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും അപ്പോൾ ഈ ഒരു നിശ്ചിത ഗ്യാപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമുക്ക് ആ സെക്കൻഡ് സെൻസറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത ബോട്ടിലൂടെ എത്തുക എന്നുള്ളതാണ് ആ ടൈമിങ്ങിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ 2 ആക്ഷനും ഒരുമിച്ച് നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിലും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബോട്ടിലിൻ്റെ മിഡിലിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ബോട്ടിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിവറി ബെൽറ്റിൻ്റെ മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് അടുത്ത സെൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഗ്യാപ്പ് ടൈമിങ് വെച്ചിട്ടുണ്ട്. ആ ഡിലേ ടൈമിങ്ങിനനുസരിച്ചിട്ട് കുറച്ച് കയറിയിട്ട് സെക്കൻഡ് ഡെലിവറി ബെൽറ്റും ഓഫ് ആവും. അപ്പോൾ അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഡെലിവറി ബെൽറ്റിൻ്റെ മുകളിൽ ഒരു 5 ബോട്ടിൽ, ഈ സൈസിലുള്ള ഒരു 5 ബോട്ടിൽ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള സ്പേസാണ് ഉള്ളത് അതിൻ്റെ മുകളിൽ. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ നീങ്ങി വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.